ഒരു ടോപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ അളവെടുക്കുന്നത് നോക്കിയാലോ. ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് പിടിക്കണം കേട്ടോ. ഈ ഷോൾഡർ പോയിന്റ് ഞാൻ കൈ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന അളവ് എത്രയാണെന്ന് നോക്കിക്കേ. 41 അല്ലേ. ഒരു 40 അപ്പോൾ 41 കൂട്ടിക്കും. 41 + 1.5. നമുക്ക് വേണ്ടത് 41 ആണ്. 41 + 1.5 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ നോക്കണം കേട്ടോ. ഈ പോയിന്റിൽ നിന്ന് ഷോൾഡർ പോയിന്റ് കാണുന്നുണ്ടോ? നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. ഷോൾഡർ പോയിന്റ് 14.5 ഇഞ്ച് അല്ലേ. 14.5. അപ്പോൾ 14/2 എത്ര കിട്ടിയേ? 7.25. 7.25 എടുത്താൽ പോരാ. 7.25 + 1/2 ഇഞ്ച് 7.25 ഇഞ്ച്. അപ്പോൾ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് ഹാഫ് ഓഫ് ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എഴുതണം ഹാഫ് ഓഫ് ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ഏതാ? ആം ഹോൾ ലെങ്ത്, അതായത് കൈപ്പിടി ലെങ്ത് അല്ലേ. ഈ പോയിന്റ് ചെയ്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നോക്കണം. ഇതിൻ്റെ നേരെ നോക്കണം കേട്ടോ. അതിൻ്റെ നേരെ നോക്കുമ്പോൾ നമുക്ക് കണ്ടോ, ടേപ്പിൻ്റെ ഈ സൈഡ് കണ്ടോ, നമ്മളിത് ഇതുപോലെ വച്ചിട്ട് നോക്കാം. എത്ര നമുക്ക് ഇട്ടിരിക്കുന്നതൊക്കെ? 7 ഇഞ്ച് അല്ലേ. അപ്പോൾ 7 + 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടിയടിക്കാനായിട്ട് കൂട്ടണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കണ്ടു, ഷോൾഡർ കണ്ടു, ആം ഹോൾ ലെങ്ത്ത് കണ്ടു അല്ലേ. ഇനി നമ്മൾ ചെസ്റ്റ് റൗണ്ട് കാണുക. ചെസ്റ്റ് റൗണ്ട് കാണുവാനായിട്ട് നമ്മൾ ഈ പോയിന്റിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വരെ നോക്കാം. ഇനി വലിച്ചു പിടിച്ച് നോക്കണം കേട്ടോ. എത്ര കിട്ടിയിരിക്കുന്നത്? എനിക്ക് 22 കണ്ടോ. ചെസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് 22. 22 + 22. 22 ഫ്രണ്ട് പാർട്ട്, 22 ബാക്ക് പാർട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 44. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ 22 നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അളവ് എത്ര കിട്ടി? 44 ഇഞ്ച്. അപ്പം 44/2 കണ്ടോ. ചെറിയക്കം പുറത്ത് നിൽക്കത്തക്ക വരുമ്പോൾ നമുക്ക് 11 അല്ലേ. അപ്പോൾ 11 + 1.5. ചെസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് 11 + 1.5 കേട്ടോ. ഇനി വേണ്ടത് ഷേപ്പ് ലെങ്ത്. ഷേപ്പ് ലെങ്ത് നമുക്ക് നിങ്ങൾ നോക്കിക്കേ. കണ്ടോ, ഈ പോയിന്റിൽ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ഇതിനകത്ത് ഇത് റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് നല്ല ഒരു സ്ട്രൈറ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഷേപ്പ് കിട്ടുന്നില്ല ഇതിനകത്ത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നറിയോ? ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള മിഡിൽ കാണണം. കണ്ടോ, ആ കിട്ടുന്ന പോയിന്റിൻ്റെ മിഡിൽ കണ്ടതിന് ശേഷം അവിടെ ആയിരിക്കും നമ്മുടെ ഷേപ്പ് റൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാം? ഷേപ്പ് ലെങ്ത്ത് നോക്കാം. ഷേപ്പ് ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 14 ആണ്. 14 + 1/2 14.5. ഷേപ്പ് റൗണ്ട് കാണുമ്പോൾ ആ പോയിന്റിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഷേപ്പ് റൗണ്ട് ഇതുപോലെ നോക്കണം. ഈ പോയിന്റിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു പിടിച്ച് നോക്കണം. കണ്ടോ, എത്ര കിട്ടിയിരിക്കുന്നത്? ഷേപ്പ് റൗണ്ട് 21. നമുക്ക് കിട്ടിയിരിക്കുന്ന ഷേപ്പ് റൗണ്ട് 21. അപ്പോൾ 21 + 21, അതായത് ബാക്ക് പാർട്ടിലൂടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 42. 42ൻ്റെ 4-1 10. 10 + 1.5. ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇതിങ്ങനെ കറക്റ്റായിട്ട് പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി വേണ്ടത് ഏതാ? സ്ലിറ്റ് ലെങ്ത്. നമ്മൾ ഈ മുകളിൽ നിന്ന് നമ്മൾ സ്ലിറ്റ് ലെങ്ത് ഈ പോയിന്റിലേക്ക്, സ്ലിറ്റ് എവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ കണ്ടോ, ഈ പോയിന്റിലേക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ഇത് സ്ലിറ്റിൻ്റെ നേരെ വയ്ക്കുമ്പോൾ നമുക്ക് 20 ഇഞ്ചാണ് കിട്ടുന്നത്. കണ്ടോ, 20 + 1/2 കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷേപ്പ് ലെങ്ത്തിൻ്റെയും കൂടെ 1/2 ഇഞ്ച് പ്ലസ് ചെയ്യണം, സ്ലിറ്റ് ലെങ്ത്തിൻ്റെയും കൂടെ 1/2 ഇഞ്ച് പ്ലസ് ചെയ്യണം. കാരണം ഷോൾഡർ കൂട്ടിയടിക്കാനായിട്ട് കേട്ടോ. ഇനി വേണ്ടത് സ്ലിറ്റ് റൗണ്ട്. ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിന്റിൽ നമ്മൾ സ്ലിറ്റ് റൗണ്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. എത്ര കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിക്കേ. 22.5 ഉണ്ട് കേട്ടോ ഇതിന്. കണ്ടോ, 22.5 ഉണ്ട്. അപ്പോൾ 22.5/2 എത്രയാണ് വന്നത്? 11.25 അല്ലേ. ഇങ്ങനെ പിടിച്ച 11.25 ഇട്ടു. അപ്പം 14.25 എന്നത് 11.5 ആക്കണം കേട്ടോ. 1/2 ഇഞ്ച് ആക്കണം. കാലിന് നമ്മൾ 1/2 ആക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ 11.5 + 1. 11.5 + 1 ഇഞ്ച് മതി സ്ലിറ്റ് ആയതുകൊണ്ട്. ഈ പോയിന്റ് കറക്റ്റ് വലിച്ചെടുക്കാൻ നമുക്ക് 13 കിട്ടുന്നുണ്ട് കേട്ടോ. 13ൻ്റെ പകുതി എത്രയാണ്? 13.5. 13ൻ്റെ പകുതി കണ്ടിട്ട് +1 ഇഞ്ച് കൊടുക്കണം കേട്ടോ. 23 അല്ലേ. 23/2 11.5. 11.5 + 1 ഇഞ്ച് ബോട്ടം റൗണ്ട്. റൗണ്ട് കണ്ടു അല്ലേ. ബോട്ടം റൗണ്ട് കണ്ടപ്പോൾ എത്ര ഇട്ടിരിക്കുന്നത്?
അതുകൊണ്ട് നമുക്ക് 23 കിട്ടി. 23/2 11.5. 11.5 + 1 ഇഞ്ച് കേട്ടോ. അതെ 23/2 11.5. 11.5 + 1 ഇഞ്ച് അടിവണ്ണം. ഇത് നമുക്ക് വേണ്ടത് ഏതാ? ഷോൾഡർ പോയിന്റ്. നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ നമ്മൾ ഇങ്ങനെ എടുക്കാം. ഷോൾഡർ പോയിന്റ് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ, എല്ലാവരും ഒന്ന് നോക്കിക്കേടാ. അല്ല, ഷോൾഡർ പോയിന്റ് ഈ പോയിന്റിൽ നിന്ന്, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം. നോക്കിക്കേ, ഷോൾഡർ പോയിന്റ് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. വലിക്കരുത്, ഇങ്ങനെ വലിച്ചിങ്ങനെ വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഇങ്ങനെ ചെസ്റ്റ് നേരെ ഇങ്ങനെ വച്ചതിന് ശേഷം വേണം കാണാനായിട്ട്. നമുക്കിങ്ങനെ നെക്ക് ഇങ്ങനെ വൈഡല്ലേ, അപ്പം അങ്ങനെ വിടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്ന് ദൂരെ പിടിച്ചു വെക്കാം. കണ്ടോ ഇപ്പം കിട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിക്കേ. എത്ര നമുക്ക് കിട്ടിയോ? എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ? 14. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ആദ്യം ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ കിടന്നപ്പോ എത്രയായിരുന്നു? 15ലേക്ക് പോയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് ഇതുപോലെ ഹൈറ്റ് ചെയ്ത് വച്ചതിന് ശേഷം വേണം നോക്കാൻ. 3 പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അത് ഇത് എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്കേ? 14.5. കറക്റ്റ് 14 അല്ലേ നോക്കിക്കേ? അപ്പൊ 14.5 എത്ര കിട്ടിയ? 7.25. 7.25 എടുത്താൽ പോരാ, 4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പുണ്ട്, 4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പുണ്ട്. അപ്പൊ എത്ര കിട്ടി? 7.25. അപ്പൊ നമ്മുടെ ഷോൾഡർ പോയിന്റ് ഇട്ടിരിക്കുന്ന 7.25. ഈ ആം ഹോൾ ലെങ്ത് നമുക്ക് എത്ര ഇട്ടിരിക്കുന്നത്? കറക്റ്റ് ഉണ്ടോ? ഇതിന്റെ നേരെ 7. അപ്പൊ 7 + 1/2 7.5. ഇത് എടുത്ത് ചെക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. അതുകൊണ്ടാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേടാ, ഇതിന്റെ നേരെ ഇങ്ങനെ വയ്ക്കണം. ഇതിങ്ങനെ ഒപ്പം വച്ചിട്ട് ഇത് ഒപ്പം വച്ചിട്ട് നമുക്കിതിങ്ങനെ മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ ഈ സ്പ്രൈറ്റ് ആയിട്ട് ഒരു പെന്നായാലും വച്ച് നോക്കിയാൽ മതി. കണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ? അപ്പൊ എത്ര കിട്ടിയേ? 7. ആം ഹോൾ ലെങ്ത് 7 എടുത്താൽ പോരാ, പ്ലസ് 1/2 ഇഞ്ച് തയ്യത്തുമ്പോ 7.5. അങ്ങനെ എടുക്കണം കേട്ടോ. ഇനി വേണ്ടത് നെക്ക് ലെങ്ത്. നോക്കിക്കേ, ഈ നെക്ക് ലെങ്ത് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. നമുക്കിത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഈ കേസിൽ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഇതാണ് പോയിന്റ് നമ്മുടെ. അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് നോക്കാം. ക്ലിയർ ആയോ നോക്കിക്കേ? എത്ര ഇട്ടിരിക്കുന്നത്? ഓക്കെ, 4.5. അപ്പൊ ഇതിന്റെ നെക്ക് ലെങ്ത് 4.5 + 1/2. 1/2 ഷോൾഡർ കുട്ടി അടിക്കാൻ കൊടുക്കണം. മനസ്സിലായില്ല? 4.5 + 1/2. ബാക്ക് ഓഫ് നെക്ക് ലെങ്ത് നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടോ ബാക്ക് ഓഫ് നെക്ക് ലെങ്ത് നമ്മൾ എത്ര കിട്ടി? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പോയിന്റിൽ നേരെ പിടിക്കാം. എത്ര കിട്ടിയിരിക്കുന്നത്? 2.5 ഇല്ല, ഇതാണ് പോയിന്റ്. 2.5. ഇത് റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ലെങ്ത് ഇല്ലാത്ത കേട്ടോ, നെക്ക് ലെങ്ത് ഇല്ലാത്ത. അപ്പൊ 2.25. അപ്പൊ നമുക്ക് എത്ര എടുക്കണം? നെക്ക് ലെങ്ത് 2.25 + 1/2. അറേഞ്ച് ഷോൾഡർ കുട്ടി അടിക്കാൻ പോകും. അപ്പൊ 2.25 + 1/2 2.25. അപ്പൊ ഇതിന്റെ ബാക്ക് ഓഫ് നെക്ക് ലെങ്ത് എത്രയാ? 2.25. ഓക്കെ. ഇനി വേണ്ടത് നെക്ക് വിഡ്ത്. നിങ്ങൾ നെക്ക് വിഡ്ത് എടുക്കുമ്പോഴും ഇതുപോലെ നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്ത് പോകാതെ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഷോൾഡർ പോയിന്റ് എടുത്തില്ലേ, അതുപോലെ തന്നെ വച്ചിട്ട് ഇങ്ങനെ നോക്കാം. നോക്കിക്കേ എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്കേ. നെക്ക് വിഡ്ത് കറക്റ്റ് ഒരു 3 പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് കയറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ വിടർന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ഷോൾഡർ മാർക്ക് ഇതിപ്പോൾ പോയില്ലേ അതുപോലെ. അപ്പോൾ നമുക്കത് ഇങ്ങനെ കറക്റ്റ് ചെയ്തിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് അളന്ന് നോക്കിക്കേ. നെക്ക് വിഡ്ത് എത്ര കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. ഈ പോയിന്റിൽ കണ്ടോ 7 ഉണ്ട്. അപ്പൊ ഇത് കഴുത്ത് അകലം കൂടുതലും കഴുത്തിറക്കം കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റെഡിമെയ്ഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്കേ? 7. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ നോക്കിയാൽ പോരാ, വീണ്ടും നമ്മൾ ഒന്നും കൂടി ഇതുപോലെ കയറ്റി വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഉടുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ പിടിക്കണം. കണ്ടോ? ഇങ്ങനെ പിടിച്ചതിന് ശേഷം ചേർന്ന് നിൽക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇതേ ഈ പോയിന്റ് നമ്മൾ ഹൈറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കണം. നിൽക്കുന്ന രീതി തന്നെ വെക്കണം. എന്നിട്ട് കണ്ടോ ഇങ്ങനെ വെക്കാം. പിന്നെ നമ്മളൊന്ന് അളന്ന് നോക്കിക്കേ. മറ്റിങ്ങനെ വിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഇതുപോലെയുള്ള ക്ലോത്ത്, സിന്തറ്റിക് ക്ലോത്ത് ആകുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി എല്ലാവരും നോക്കിക്കണ്ട, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ പിടിച്ചപ്പോൾ എത്ര കിട്ടിയ? 7 തികയുന്നില്ല അല്ലേ? കണ്ടോ എത്ര കിട്ടിയിരിക്കുന്നത്? 6.25. കണ്ടോ കറക്റ്റ് 6.25. 7 ഇല്ല. 7 എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് ഒത്തിരി അകലായി പോകും. ഈ നിൽക്കുന്ന ഈ പൊസിഷൻ കറക്റ്റാണ്. ഇതിനകത്ത് 3 പ്രാവശ്യം, അതെന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. കണ്ടോ ഈ പോയിന്റിൽ പിടിച്ചിട്ട് ഈ പോയിന്റ് വരാം. എത്രയേ ഉള്ളൂ? 6.25. മനസ്സിലായില്ലേ? 2 പോയിന്റ് തന്നെ കറക്റ്റ് 6.25 മനസ്സിലായോ? ഇനി നമ്മൾ ഇതിന്റെ പകുതിയാക്കണം. കാരണം ഇതിന്റെ പകുതിയാക്കുമ്പോൾ നമുക്ക് എത്ര ഇട്ടിരിക്കുന്നത്? 6.25/2. അല്ല 6.25/2 നമുക്ക് എത്ര ഇട്ടിരിക്കുന്നത് നോക്കിക്ക്? 3.25.
ഈ 3.25 നമ്മൾ 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. 4 ഇഞ്ച് മൈനസ് ചെയ്യണം. എന്താ ഇങ്ങനെ ഇതിലല്ലേ തയ്ച്ചു വരുന്നത്. അപ്പൊ 4 ഇഞ്ച് അകലം കൂടുക ചെയ്യുന്നത്. അപ്പൊ കിട്ടിയിരിക്കുന്ന അളവ് ഏതാണോ ആ അളവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 4 ഇഞ്ച് അതിന്റെ പകുതി കണ്ടിട്ട് 4 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇട്ടിരിക്കുന്നത് ഇപ്പൊ 6.25 6.25 നമുക്ക് ഇട്ടിരിക്കുന്ന അളവ് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് മൈനസ് 3.5.1 കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് 3.5 എടുക്കാം. 3.5 ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 3 ഇഞ്ച്. അപ്പൊ ഇത് കഴിഞ്ഞാൽ എത്രയാണ് 3 ഇഞ്ച്. അത്രയും കാര്യം മനസ്സിലായില്ലേ. ഇനി നമ്മളൊരു ആം റൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ചെക്ക് ചെയ്യണം. ഈ ആം റൗണ്ട് അത് മസ്റ്റാണ്. ആം റൗണ്ട് ഇതുണ്ടോ, ഈ ആം റൗണ്ട് എന്തിനാ, നമ്മൾ ഈ കൈക്കുഴി വരച്ചതിന് ശേഷം ചെസ്റ്റ് റൗണ്ട് വരയ്ക്കുന്ന പോയിന്റ് ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കണം. എത്ര കിട്ടിക്കുന്നത് 9.5. കണ്ടോ, ഈ കൈക്കുഴി നമ്മളിങ്ങനെ വരച്ചൊരു ചെസ്റ്റ് റൗണ്ട് വരയ്ക്കുമ്പോൾ റൗണ്ട് വരയ്ക്കില്ലേ, ആം റൗണ്ട് വരയ്ക്കില്ലേ, ആ റൗണ്ട് കറക്റ്റ് ആണെന്ന് അറിയാം. ഈ റൗണ്ട് നമുക്ക് കിട്ടണം. ഇത് ആം റൗണ്ട് എന്ന് പറഞ്ഞ അളവ് 9.5. കണ്ടോ, ഈ 9.5 അതിനകത്ത് കിട്ടണം. ഇല്ല എങ്കിൽ നമ്മൾ ഒന്നും കൂടി താഴേക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. ഒരു പോയിന്റോടെ താഴേക്ക് കൈക്കുഴി ഇറക്കിയെടുത്തിട്ട് അവിടെ തെറ്റായി കാണിച്ച് അളവ് കിട്ടും കേട്ടോ. ഇനി വേണ്ടത് സ്ലീവ് ലെങ്ത്. സ്ലീവ് ലെങ്ത് എങ്ങനെ കാണുന്നത്, ഈ പോയിന്റിൽ എപ്പോഴും നമ്മൾ പ്രസ് ചെയ്തോളൂ. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനകത്ത് എത്ര ഇട്ടിരിക്കുന്നത് എനിക്ക്, ഇതിനകത്ത് എത്രയാണ് കിട്ടിയിരിക്കുന്നത് 17 ആണ്. 17 + 1.5 കേട്ടോ. 1 ഇഞ്ച് താഴെ പഠിക്കത്തേക്കാണ് അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യണം. ഇത് നമ്മുടെ സ്ലീവ് റൗണ്ട് എത്ര ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഈ പോയിന്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്തോണ്ടോ, നമ്മളിത് ഇങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ പോരാ, നമ്മൾ നോക്കിക്കണം. ഉണ്ടോ, ഇങ്ങനെ പിടിക്കണം. മനസ്സിലായത്, ഇങ്ങനെ പിടിക്കണം. അപ്പോൾ എത്ര കിട്ടിയേ, അല്ലെങ്കിൽ ഇവിടെ തയ്യലില്ലേ ഇങ്ങനെ മടങ്ങി കിടപ്പുണ്ടാവും സംഭവം. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഫിംഗർ ഇത് ഇങ്ങനെ പിടിക്കണം. കണ്ടോ, അപ്പോൾ 5 ഇഞ്ചോടെ കയറി വന്നില്ല എനിക്ക് 5.5. അപ്പം സ്ലീവ് റൗണ്ട് 5.5 + 1.5 അല്ലേ. ഇനി അതുപോലെ സ്ലീവ് സെൻറ്റർ, അതായത് ഇതിൻ്റെ മിഡിൽ പോയിന്റ് എത്രയാണെന്ന് നോക്കിക്കേ. കറക്റ്റ് ഇതുപോലെ കയറി അകത്തോട്ട് മടങ്ങി കിടക്കുന്നതിൻ്റെ കറക്റ്റ് ഇത് വലിക്കണം കേട്ടോ. സ്ലീവ് സെൻറ്റർ നമുക്ക് 6.5 + 1.5 മനസ്സിലായോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അളന്ന് നോക്കി പഠിക്കണം കേട്ടോ. ഒരു ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റും.